അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. 52 ദളിത് ആദിവാസി സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിൻ്റെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെൺമുല നിയമം നടപ്പിലാക്കുക, നിതിൻ്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിർബന്ധപൂർവ്വം വാഹനങ്ങൾ തടയില്ല എന്നും സമാധാനപരമായി ഹർത്താലുമായി സഹകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ നേരത്തെ തന്നെ അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, രാവിലെ ശാന്തമല്ലേ? പ്രത്യേകിച്ച് എന്താണ് ഈ നിർബന്ധപൂർവ്വം വാഹനങ്ങൾ തടയില്ല, കടകൾ അടപ്പിക്കില്ല എന്നാണല്ലോ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ പ്രതിഷേധ പരിപാടികൾ? എന്തെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളൊന്നും നിലവിൽ ഇതുവരെ ജില്ലയിൽ നടന്നിട്ടില്ല. ഏതായാലും ഈ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഇപ്പോൾ നടന്നിട്ടില്ല. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നു തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്വകാര്യ ബസ്സുകൾ ഓടുന്നുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്, ഓട്ടോറിക്ഷകളടക്കം ഓടുന്നുണ്ട്, ഈ ചരക്ക് വാഹനങ്ങളടക്കം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് പൊതുഗതാഗതത്തെ ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദളിത് സംഘടനകളുടെ മറ്റ് പ്രകടനങ്ങളൊന്നും തന്നെ നിലവിൽ ജില്ലയിൽ ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും നിലയ്ക്ക് അത്തരത്തിലുള്ളൊരു പ്രതിഷേധ പ്രകടനങ്ങൾ ഈ നഗരത്തിലടക്കം നടക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് ഹർത്താലാണ്. കടകൾ അടപ്പിക്കില്ല, വാഹനങ്ങൾ തടയില്ല, KSRTC സർവീസ് നടത്തും.